ലീഗിന്റെ മന്ത്രിമാരുടെ പട്ടികയിൽ സർപ്രൈസ് പേരുകൾ ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരും. അനീഷ്, വി കെ കുഞ്ഞാലിക്കുട്ടി ലീഗിന്റെ മന്ത്രിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനപ്പെട്ട വകുപ്പ് തന്നെ. രണ്ടാം സ്ഥാനീയനായി കുഞ്ഞാലിക്കുട്ടി ഉണ്ടാകും. ഒപ്പം ഷംസുദ്ദീൻ പാലക്കാട് നിന്ന് സ്വാഭാവികമായും പരിഗണിക്കപ്പെടുന്ന ഒരു പേരാണ്. കെ എം ഷാജി അന്തരീക്ഷത്തിലുള്ള ഒരു പേരാണ്. പി കെ ബഷീറിൻ്റെ പേര് ആദ്യം മുതൽ തന്നെ പരിഗണനയിലുണ്ട്, സീനിയോറിറ്റിയൊക്കെ വെച്ച് വരുമ്പോൾ. അങ്ങനെ ഒരു 4 മന്ത്രിമാരെ നമുക്ക് വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം. 5ാം മന്ത്രി ആര് അങ്ങനെ ലഭിച്ചാൽ എന്നുള്ള ചോദ്യം പ്രധാനമായി ഉയരുന്നുണ്ട്. അത്തരമൊരു സാധ്യതയിലേക്ക് ലീഗ് കാര്യങ്ങൾ കടുപ്പിക്കുമോ? രഞ്ജിത്ത്, ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് ഇത്തവണ മുസ്ലിം ലീഗിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ 5 മന്ത്രിമാർ വേണമെന്ന ആവശ്യം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും 5 MLA-മാർക്ക് ഒരു മന്ത്രി എന്ന രീതിയിലുള്ള ഫോർമുലയാണ് ആദ്യഘട്ടം മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ മന്ത്രിസഭാ വികസനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ 5 മന്ത്രിസ്ഥാനം വാങ്ങിയെടുക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ ലീഗിനുണ്ട്. അതേസമയം ഈ 4 മന്ത്രിമാരെന്ന വാദത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ 4 മന്ത്രിസ്ഥാനവും ഒരു ഡെപ്യൂട്ടി സ്പീക്കർ അല്ലെങ്കിൽ ചീഫ് വിപ്പ് പോലുള്ള സ്ഥാനങ്ങളും ചോദിക്കാനുള്ള ഒരു ആലോചനകളും ലീഗിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഈ ലീഗിൽ നിന്നും മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള ചർച്ചകളോ തർക്കങ്ങളോ പോലും ആവശ്യമില്ലാത്ത ഒരാൾ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട വകുപ്പ് തന്നെ നേരത്തെ വ്യവസായ വകുപ്പ് അടക്കമുള്ളവ ഭരിച്ച ആളാണ്. ഏറെ പരിചയസമ്പന്നനായ ആളാണ്. ഒരുപക്ഷെ ഈ UDF മന്ത്രിസഭയിലെ ഏറ്റവും അധികം പരിചയസമ്പന്നനായ ഒരു വ്യക്തി കൂടി കുഞ്ഞാലിക്കുട്ടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് സീറ്റ് ഏതാണ്ട് ഉറപ്പായ ഒരു സാഹചര്യമുണ്ട്. മറ്റൊന്ന് 3 തവണ MLA ആയ പി കെ ബഷീറാണ്. അദ്ദേഹം വലിയ കാര്യപ്രാപ്തിയുള്ള, ഇപ്പോൾ വയനാട് പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ ലീഗിന് അഭിമാനാർഹമായ നേട്ടം വരുന്ന രീതിയിൽ ആ ഭവന നിർമ്മാണ പദ്ധതിയൊക്കെ പൂർത്തീകരിച്ച ആളാണ്. അദ്ദേഹമാണ് 2ാമത്തെ ആളായി ഈ സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. 3ാമത് കെ എം ഷാജിയാണ്. കെ എം ഷാജിയെ മന്ത്രിയാക്കുന്നതിലൂടെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു മന്ത്രിക്കൊപ്പം കോഴിക്കോട് ജില്ലക്കാരനായ ആൾ കൂടി, അതായത് കോഴിക്കോട് ജില്ലയുടെ ഒരു പ്രാദേശിക പ്രാതിനിധ്യം കൂടി ഉറപ്പുവരുത്താൻ കഴിയുന്ന രീതിയിലാണ് അദ്ദേഹത്തിനും കാര്യപ്പെട്ട ഒരു വകുപ്പ് ലഭിക്കുമെന്നാണ് കരുതുന്നത്. പാലക്കാട്ട് നിന്നുള്ള എം ഷംസുദ്ദീനാണ് ഈ മന്ത്രി ആവാൻ സാധ്യതയുള്ളവരുടെ പട്ടികയിൽ ഏറ്റവും പ്രമുഖനായി അടുത്തതുള്ളത്. പാലക്കാട്ട് നിന്നും ഒരു മന്ത്രി ഉണ്ടാവും. അതായത് മലപ്പുറത്തിനും കോഴിക്കോടിനും ഒക്കെ അപ്പുറം ഒരു മന്ത്രി എന്ന ഒരു സാധ്യതയാണ് അദ്ദേഹത്തെ പരിഗണിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5ാമതൊരു മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കറോ ചീഫ് വിപ്പോ പോലുള്ള പദവി ലഭിച്ചാൽ ആർക്ക് നൽകണം എന്ന് സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോഴും ലീഗിൽ പുരോഗമിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യം ഉള്ളത് കാസർഗോഡ് നിന്നുള്ള AKM അഷ്റഫ് എന്ന പേരിന് ആണ്. ആ പേരിന് കാര്യമായ പരിഗണന നൽകുന്നു. ഒപ്പം കോഴിക്കോട് ജില്ലയിൽ നിന്നും ഇത്തവണ വലിയ നേട്ടം UDF-ന് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. മിക്ക സീറ്റുകളിലും വിജയിച്ച ഒരു സാഹചര്യം, അതായത് മത്സരിച്ച സീറ്റുകളിലൊക്കെ വിജയിച്ച സാഹചര്യം ലീഗിനുണ്ട്. അതുകൊണ്ട് കോഴിക്കോട് നിന്നുള്ള MLA-മാരിൽ ഒരാൾക്ക് മന്ത്രിസ്ഥാനം നൽകണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. അതിൽ പാറക്കൽ അബ്ദുള്ള, കുറ്റ്യാടിയിൽ ഒരു ഭിന്നന്ന വിജയം നേടിയ പാറക്കൽ അബ്ദുള്ള, ഒപ്പം ഈ കുന്നമംഗലം സീറ്റ് PT റഹീമിൽ നിന്നും പിടിച്ചെടുത്ത റസാഖ് മാസ്റ്റർ എന്നിവരുടെ പേരുകൾ കാണാം പ്രാമുഖ്യമുള്ളത്. ഇതിൽ പാറക്കൽ അബ്ദുള്ള വേണോ റസാഖ് മാസ്റ്റർ വേണമോ, ഇങ്ങനൊരു സ്ഥാനം 5ാമത് ലഭിച്ചാൽ മന്ത്രിയാക്കാൻ എന്നത് സംബന്ധിച്ച ചർച്ചയുമുണ്ട്. ഒപ്പം നമുക്കറിയാം ഈ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ചില സർപ്രൈസുകൾ പാലക്കാട് തങ്ങൾ കരുതിയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിസ്മയമായി മാറിയത് പേരാമ്പ്രയിൽ നിന്നുള്ള ഫാത്തിമ തഹ്ലി എന്ന യൂത്ത് ലീഗ് നേതാവിന്റെ സ്ഥാനാർത്ഥിത്വമായിരുന്നു. അവർ കുറ്റിച്ചിറയിൽ നിന്നുള്ള കൗൺസിലറായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കോർപ്പറേഷനിൽ സേവനം അനുഷ്ഠിച്ചു വരികയാണ്. അപ്രതീക്ഷിതമായി പേരാമ്പ്രയിലേക്ക് അവരെ നിയോഗിക്കുന്നത്. അതും CPM-ൽ ഏറ്റവും വടവൃക്ഷമായ അല്ലെങ്കിൽ ഏറ്റവും കരുത്തറ്റ സ്ഥാനാർത്ഥികളിൽ ഒരാളായ TP രാമകൃഷ്ണൻ LDF കൺവീനർ തന്നെ മലർത്തിയടിച്ചാണ് പേരാമ്പ്രയിൽ നിന്നും അവർ നിയമസഭയിലേക്ക് വരുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മുസ്ലിം വനിത അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഒരു വനിത നിയമസഭയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏവരും ഉറ്റുനോക്കുന്നത് ഈ 5ാം സ്ഥാനമൊക്കെ ലഭിച്ചാൽ ഒരുപക്ഷെ ഫാത്തിമ തഹ്ലിയ മന്ത്രിയായി നിയമസഭയിൽ ഉണ്ടാവുമോ എന്നത് തന്നെയാണ്. അല്ലെങ്കിൽ കേരളത്തിലെ ഒരു വനിത, മുസ്ലിം ലീഗിൽ നിന്ന് ജയിച്ച ആദ്യ വനിത, കേരളത്തിലെ ആദ്യ മുസ്ലിം ലീഗിന്റെ വനിത മന്ത്രി ആവുമോ എന്നൊരു ചോദ്യമാണ്. അതാണ് അത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ, അതിന്റെ ഉത്തരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അന്തരീക്ഷത്തിലുണ്ട്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.